നരേന്ദ്രമോദി സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബി.ജെ.പി. നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകരയിൽ റാലി സംഘടിപ്പിച്ചു. റാലി കെ. രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ഇല്ല നിങ്ങൾക്കാവില്ല, ഇല്ല നിങ്ങൾക്കാവില്ല. മോദിജിയെ താഴെയിറക്കാൻ. ജയ് ജയ് ഭാരത് മാതാവേ. ഞങ്ങളടങ്ങിയിരിക്കൂല, ഞങ്ങളടങ്ങിയിരിക്കൂല. കാലം സാക്ഷി ചരിത്രം സാക്ഷി, കാലം സാക്ഷി ചരിത്രം സാക്ഷി. പരീക്ഷ പേര് പറഞ്ഞ് വിദ്യാർത്ഥികളെ തെരുവിലിറക്ക്, വിദ്യാർത്ഥികളെ തെരുവിലിറക്ക്. മോദിജിയെ താഴെയിറക്കാൻ ഒറ്റം കണ്ടു നടക്കുന്നവരെ പറയുന്നു, ഞങ്ങളൊക്കെ പറയുന്നു, ഞങ്ങളൊക്കെ പറയുന്നു. പാട്ടുകളെല്ലാം കരിഞ്ഞു പോകും, പാട്ടുകളെല്ലാം കരിഞ്ഞു പോകും. തീവ്രവാദികൾ തുലഞ്ഞു പോകും, തീവ്രവാദികൾ തുലഞ്ഞു പോകും. LDF-ഉം UDF-ഉം, LDF-ഉം UDF-ഉം തീവ്രവാദിക്ക് വചന പാടും, തീവ്രവാദിക്ക് വചന പാടും. രാജ്യം കണ്ടു നിൽക്കുന്നുണ്ട്, രാജ്യം കണ്ടു നിൽക്കുന്നുണ്ട്, രാജ്യം കണ്ടു. നരേന്ദ്രമോദി ആരെന്നറിയോ, നരേന്ദ്രമോദി ആരെന്നറിയോ, നരേന്ദ്രമോദി ആരെന്നറിയോ. നരേന്ദ്രമോദിയുടെ നേതാവ്, ആദർശത്തിൻ നേതാവ്, ആദർശത്തിൻ നേതാവ്. ഭാരതമണ്ണിൻ പെൺപുത്രൻ. ഈ രാജ്യത്ത് ഈ ഗവൺമെന്റിനെ സ്ഥിരപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വളരെ ആസൂത്രിതമായ സമരങ്ങളാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചിരിക്കുന്നത്. പുനഃപരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ അവർ പൂർവാധികം ശക്തിയോടുകൂടി ഉത്സാഹത്തോടുകൂടി പരീക്ഷ എഴുതി. പല ആളുകളും റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു. അവരുടെ പ്രവർത്തനവുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് വിദേശത്തു നിന്നും സോഷ്യൽ മീഡിയ വഴി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് നീറ്റ് പരീക്ഷ ചോർന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടുവരുന്നത്. ആ ആവശ്യമായി ഈ കോക്രോച്ച് പാർട്ടിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഡൽഹിയിൽ, തലസ്ഥാനമായ ഡൽഹിയിൽ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്താൻ വേണ്ടി മാത്രം നിശ്ചയിച്ച ജന്തർ മന്ദിറിൽ അവർ കുറെ ദിവസങ്ങളായി സമാധാനപരമായ സമരം നടത്തുകയാണ്. ആ സമരത്തിന് ആരും തന്നെ എതിരല്ല. ജനാധിപത്യ രീതിയിൽ അത്തരത്തിലുള്ള സമരങ്ങൾ നടത്താം. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ഇങ്ങോട്ട് ആ സമരത്തിന്റെ രൂപവും മാറ്റിക്കൊണ്ട്, ആ സമരത്തിന്റെ രൂപവും ഭാവവും മാറ്റിക്കൊണ്ട് അത് ഈ രാജ്യത്തിന്റെ പൊതുമുതൽ നശിപ്പിക്കുന്ന അക്രമാസക്തമായ സമരമായി അത് രൂപാന്തരപ്പെട്ടു കഴിഞ്ഞു. അതിന് വളരെ വ്യക്തമായി ഇന്റലിജൻസ് വിഭാഗത്തിനും പോലീസിനും കേന്ദ്ര ഗവൺമെന്റിന് കൃത്യമായി അറിയാം. ഇത് ഈ സമരത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യമല്ല, മറിച്ച് ഇത് രാജ്യത്തെ അസ്ഥിരതപ്പെടുത്തുന്നതിന് വേണ്ടി അമേരിക്ക പോലുള്ള, ചൈന പോലുള്ള രാഷ്ട്രങ്ങളുടെ ഒത്താശയോടുകൂടി രാഷ്ട്രദ്രോഹികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരമാണ് എന്ന് തിരിച്ചറിവ് കേന്ദ്ര ഗവൺമെന്റ് അറിയാം. ഏതാനും സമയങ്ങൾക്ക് മുമ്പാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻജി, ഞങ്ങളുടെ പ്രിയപ്പെട്ട മന്ത്രി, നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചിരിക്കുന്നത്. രാജിക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നു, ഞാൻ രാജിവെക്കുന്നത് ഈ രാജ്യത്തെ ചെറുപ്പക്കാരുടെ വികാരം പരിഗണിച്ചുകൊണ്ടാണ്. അവരെ കൂടുതൽ കേസുകളിൽ പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ പലതരത്തിലുള്ള കള്ളക്കേസുകളിൽ പെടുത്താൻ രാജ്യവിരുദ്ധ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ യുവത്വത്തിന് വേണ്ടിയാണ് ഞാൻ രാജിവെക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്.
എന്താണ് കുറച്ചു ദിവസമായി ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഡൽഹിയിൽ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട സമരമാണ് എന്നാണ് പുറത്തു പറയുന്നത്. പക്ഷെ ഡൽഹിയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യങ്ങൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങളല്ല. ഉമർ ഖാലിദിനെ സ്വതന്ത്രനാക്കണമെന്നുള്ള മുദ്രാവാക്യം എങ്ങനെയാണ് ഈ നീറ്റ് പരീക്ഷയുടെ സമരവേദിയിൽ നിന്ന് ഉയരുന്നത്? ആർട്ടിക്കിൾ 370 അത് പുനഃസ്ഥാപിക്കണമെന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നീറ്റ് ഈ സമരവേദിയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്? കാശ്മീർ മാംഗെ ആസാദി, ഇന്ത്യ മാംഗെ ആസാദി, ഈ ആസാദി മുദ്രാവാക്യങ്ങൾ എന്തിന്റെ പേരിലാണ് ഈ സമരപ്പന്തലുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്? ഈ രാജ്യത്തെ വിഘടനവാദികൾ, വിധ്വംസക ശക്തികൾ ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യുകയാണ്. ഇവിടുത്തെ ജൻസി ചെറുപ്പക്കാരെ, ഈ നാടിന്റെ യുവത്വത്തെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഈ രാജ്യത്തെ നശിപ്പിക്കാൻ തക്കം പാർത്ത് കിടക്കുന്ന വിധ്വംസക ശക്തികൾ, ആ ശക്തികൾ ഈ സമരത്തിലേക്ക് നുഴഞ്ഞു കയറുകയാണ്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.